വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതലായി ആ കുട്ടിക്ക് ജീവിത സബര്യയെ, ജീവിത സമസ്യയെ, അതിനെ പൂരകം ചെയ്യുന്ന സബര്യയെ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ കുട്ടിക്ക് ഒരുപാട് സമസ്യകൾ ഉണ്ടാവും തന്റെ മുമ്പിൽ. എന്താ ചെയ്യണ്ടേ, ഏതാ ചെയ്യണ്ടേ? ആ സമയത്ത് വിശുദ്ധ ഖുർആന്റെ തിരു ഹദീസിന്റെ ലോകത്തിലേക്ക് അടുക്കാൻ പറ്റണം. അങ്ങനെ എനിക്കൊരു അല്ലാഹുവുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും, ആരെന്നെ കളിയാക്കിയാലും, ഞാൻ ഏകഛത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായ ഏകനായ അള്ളാഹുവിന്റെ അടിമയാണ്. എനിക്ക് എന്റെ അള്ളാഹുവിന്റെ സംതൃപ്തി മതി എന്നൊരു കുട്ടി ചിന്തിച്ചിരുന്നുവെങ്കിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിലെ, നമ്മുടെയൊക്കെ ബന്ധത്തിലെ, നമ്മുടെയൊക്കെ അയൽപക്കത്തുള്ള കുറെ മനുഷ്യന്മാരുണ്ട്. ഇന്നും തൗഹീദ് കിട്ടിയിട്ടില്ല അവർക്ക്, ഇന്നും തൗഹീദ് കിട്ടിയിട്ടില്ല അവർക്ക്. അവർ നേരത്തെ പറഞ്ഞ പോലെ മഖ്ബറകളിൽ പോകുന്നു, പോയിട്ട് ആ ഖബറാളിയോട് ഇസ്തിഗാസ ചെയ്യുന്നു. അത് ഇസ്ലാമാണ്, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണെന്ന് അവർ ധരിച്ചിരിക്കുന്നു. ആ മനുഷ്യരോട് പല വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പലതും ചർച്ച ചെയ്തിട്ടുണ്ട്. കുടുംബപരമായ പ്രശ്നങ്ങൾ, നമ്മുടെ വീട്ടിൽ കല്യാണം ഉണ്ടായപ്പോ, അവർ വീട്ടിൽ കല്യാണം ഉണ്ടായപ്പോ പലതും ചർച്ച ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പല ജാതി സാമൂഹ്യമായ പ്രശ്നങ്ങൾ വരുമ്പോ ചർച്ച ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, ഈ വിഷയം എപ്പോഴെങ്കിലും നമ്മളത് പറഞ്ഞു കൊടുത്തോ? നമുക്ക് മരണവും കടന്നു വരാനുണ്ട് അല്ലേ? നമ്മൾ മരിച്ച ശേഷം ഈ പറയുന്ന ഖബറിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മുടെ കൈത്തലത്തിൽ എന്താ ഉള്ളത്, എന്താ കൊണ്ടുപോകാനുള്ളത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് കൊണ്ടുപോകാൻ എന്തുണ്ട് എന്ന ചോദ്യത്തിന്റെ മുൻപിൽ പാവപ്പെട്ടവരായ സ്ത്രീകൾ നമ്മൾ കൃത്യമായി നിസ്കരിച്ചൊരു നിസ്കാരം, നോമ്പ്, ഇതിൽ കൂടുതലൊന്നുമില്ല കേട്ടോ. അങ്ങനെ ജീവിച്ചവരാ നമ്മള്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വല്ലാത്തൊരു സമ്പത്തുണ്ട്, സ്വാലിഹായ മക്കള്.